ഇന്നൊരു പരിപ്പ് പ്രഥമൻ ചെയ്താലോ? വരൂ. ഇതാ ചെറുപയർ പരിപ്പാണ്. ഇത് 250 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ വറുത്തതിന് ശേഷമാണ് കേട്ടോ വാഷ് ചെയ്യുന്നത്. ഇത് തേങ്ങാപ്പാൽ 1 കപ്പ് 1 പാലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നല്ല കട്ടിയുള്ള പാലാണ്. തേങ്ങ കുനുകുനെ ഇങ്ങനെ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് ലാസ്റ്റ് വറുത്തിടാനാണ്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും എടുത്തിട്ടുണ്ട്. ഇതും നെയ്യിൽ വറുത്ത് ലാസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടാണ്. ശർക്കര ഞാനിവിടെ പാക്കറ്റ് ശർക്കരയാണ്, പൊടി ശർക്കരയാണ്. ഇപ്പം നല്ല ശർക്കരയാണ്, അഴുക്കൊന്നുമില്ല, ഡയറക്റ്റായിട്ട് തന്നെ ചേർക്കാം. ഇത് ഒരു 50 ഗ്രാം നെയ്യാണ്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഈ ചെറുപയർ പരിപ്പ് ഇത് നന്നായിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ വരെ വഴറ്റി വറുത്തെടുക്കണം കേട്ടോ. നന്നായിട്ട് വഴറ്റി ഒരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ചൂടാറാൻ വയ്ക്കാം. ചൂടാറി കഴിയുമ്പോഴത്തേക്ക് ഇതൊന്ന് വാഷ് ചെയ്തെടുക്കണം. തീ സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ വഴറ്റാനായിട്ട്, ഇല്ലെങ്കിൽ അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകും. ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ ഇതൊന്ന് വറുത്തെടുത്താൽ മതി. ഞാനിതിൽ നെയ്യൊന്നും ചേർത്തിട്ടില്ല, കാരണം ഇത് നമുക്ക് വാഷ് ചെയ്തെടുക്കേണ്ടതായതുകൊണ്ടാണ്. ഇതാ ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇത് വാഷ് ചെയ്ത് കുക്കറിൽ ആവശ്യത്തിന് വെള്ളം വെച്ച് വേവിക്കാനുള്ള ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് കുക്കർ അടച്ച് വെച്ച് ഒരു 2 വിസിൽ അല്ലെങ്കിൽ ഒരു 3 വിസിൽ അതിനുള്ളിൽ ഇത് വെന്ത് കിട്ടും. അതോടെ ഇന്ന് വേകട്ടെ. അപ്പം നമുക്ക് വറുക്കാനുള്ളതെല്ലാം നമുക്ക് നെയ്യ് ഒഴിച്ച് വറുത്തെടുക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് ആദ്യം തേങ്ങാക്കൊത്താണ് വറുത്തെടുക്കുന്നത്. തേങ്ങാക്കൊത്തും ഇതുപോലെ ഒരു ലൈറ്റ് ബ്രൗൺ കളറിൽ വറുത്തെടുക്കണം കേട്ടോ. തേങ്ങാക്കൊത്ത് നന്നായിട്ട് ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും നല്ല രീതിയിൽ വറുത്തെടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് കോരി വെക്കാം കേട്ടോ. ഇനി പാൻ നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ഉരുളിയാണ്, പായസം വെക്കുന്ന ഉരുളിയിലോട്ട് ശർക്കര ഇട്ട്, ഇത് 250 ഗ്രാം ഉണ്ട് ശർക്കരപ്പൊടി. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ച് പാകമായി വരുമ്പോഴത്തേക്കാണ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് അതിലോട്ട് വഴറ്റി യോജിപ്പിക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. തീ സിമ്മിൽ തന്നെ വെക്കുക.
നന്നായി വഴണ്ട് ആ പരിപ്പ് ശർക്കരയിലേക്ക് നന്നായി ആ മധുരം എല്ലാം പിടിച്ചു വരണം. അതുവരെ ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇതുപോലെ കുറുകി വരുമ്പോഴത്തേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കും. പാല് നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി ഈ പാലും ശർക്കരയും പരിപ്പും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നന്നായിട്ട് ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക് അതിനകത്ത് ചെറിയ ജീരകം, ഏലക്ക, ചുക്ക്, മിക്സിയിൽ അല്പം പഞ്ചസാര ചേർത്ത് പൊടിച്ചാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. ഒരു മണവും നല്ലൊരു ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആവശ്യത്തിന് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പോരാ എങ്കിൽ ലാസ്റ്റ് ഇറക്കുന്ന ടൈമിൽ ഒരു സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിച്ച് അത് തിളപ്പിച്ചെടുക്കണം. ഒന്നാം പാൽ അതുകൊണ്ട് അത് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ്, കുറച്ചുകൂടെ ടേസ്റ്റി കുറുകി കിട്ടാൻ. ഇനി അത് അവിടെയും തിളക്കട്ടെ. നമ്മൾ നേരത്തെ അണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം വറുത്തെടുത്തില്ലേ, അതേ പാനിൽ തന്നെ കുറച്ച് നെയ്യ് ഉണ്ടായിരുന്നു. ആ നെയ്യിൽ എള്ള് വറുത്തെടുക്കാം. എള്ളൊന്ന് ജസ്റ്റ് നമ്മൾ കടുകെല്ലാം പൊട്ടുന്ന പോലെ എള്ള് പൊട്ടി വരും. അപ്പോൾ പൊട്ടി വരുന്ന സമയത്ത് ആ നെയ്യും എള്ളും കൂടെ നമുക്ക് ഈ പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. പായസത്തിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് നെയ്യിൽ വറുത്ത എള്ള്. എള്ള് നന്നായി 2 സ്പൂൺ എടുത്തിട്ടുള്ളൂ. നന്നായിട്ട് വറുത്ത് തന്നെ ചേർക്കണം, ഇല്ലെങ്കിൽ പച്ച ചൊവയ്ക്കും കേട്ടോ. നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. അടിയിൽ പിടിക്കാതെ സൂക്ഷിക്കണം. നന്നായിട്ട് കുറുകി വരുന്നവരെ ഇളക്കി കൊടുക്കണം. തീ സിമ്മിൽ തന്നെ വെക്കുക. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർക്കാൻ മറക്കണ്ട കേട്ടോ, ആ മധുരം ഒന്ന് ബാലൻസ് ആവാൻ. ഇനി നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് നന്നായിട്ട് അതിൽ ഇളക്കി ചേർത്ത് കൊടുക്കണം. കുറച്ചുകൂടെ കുറുകി കിട്ടാൻ വേണ്ടിയിട്ടും ടേസ്റ്റിനും വേണ്ടിയിട്ടാണ് കേട്ടോ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് പായസം കുറുകി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബൗളിലോട്ട് പകർന്നെടുക്കാം. കണ്ടില്ലേ, നല്ല ടേസ്റ്റി ആയിട്ട് നല്ല കുറുകി വന്നിട്ടുണ്ട്. മിൽക്ക് മെയ്ഡ് എല്ലാം ചേർത്തിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പ്രഥമനാണ് ചെറുപയർ പരിപ്പ് പ്രഥമൻ. ചിലർ ഇതിൻ്റെ കൂടെ ചെറുപയറിൻ്റെ കൂടെ തന്നെ സൂചി ഗോതമ്പും ചേർത്ത് ഉണ്ടാക്കാറുണ്ട്, അട ചേർത്ത് ഉണ്ടാക്കാറുണ്ട്. ഇതിൽ ചെറുപയർ പരിപ്പ് മാത്രമാണ് ചേർത്തിട്ടുള്ളത്. വളരെ സ്വാദിഷ്ടമായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ചിലവിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനിയും പുതിയ വീഡിയോസുമായിട്ട് കാണുന്നവരെ ടാറ്റാ, ഗുഡ് നൈറ്റ്.